ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ മുന്നേ വയനാട്ടിൽ ട്രിപ്പ് പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി വീഡിയോ ആണ് കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഫോണിൽ തന്നെ കിടക്കുക. അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ ഇത് ഞാൻ ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. അങ്ങനെ അത് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ഇടാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന വഴി അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. സ്ഥലം എവിടെയാണ്, പള്ളിയുടെ പേരെന്നാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പം അവിടെ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടില്ല, നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു കേട്ടോ. അപ്പം അവിടുത്തെ ആ ഒരു കുറച്ച് കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ നേരത്തെ, അതായത് പുലർച്ചെ തന്നെ നമ്മൾ പോകുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂട് മസാല ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വടയുണ്ടായിരുന്നു. ഇതിനൊപ്പം ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുത്തങ്ങയുള്ള അമ്മൂസ് ഫാം ഹൗസിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഫാം ഹൗസിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ അവിടുന്ന് മടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ടൈം ബാക്കി വന്നപ്പോഴത്തേക്കും നമ്മൾ വേറെ എങ്ങോട്ടേക്കും പോകാമെന്ന് ഒരു പ്ലാൻ ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടയുണ്ട് മങ്കി കാട്ടിക്കൂടെയുള്ള യാത്ര ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വല്ല കടുവയോ പുലിയോ കൺമുന്നിൽ പെട്ടാലോ. പുലി പോയിട്ട് ഒരു എലീനെ പോലും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ചുമ്മാ പറഞ്ഞതാണ്. പുലീനെ കണ്ടില്ലെങ്കിലും ആനേനെയും മാനിനെയും കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടോ. ഇവന്മാരാണെങ്കിൽ ഞങ്ങൾ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്ന മട്ടിലായിരുന്നു കേട്ടോ നോക്കുന്നത്. 5-6 മൈൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിൽ വന്നുകൊണ്ടേ മയിലൊന്നും നമുക്കൊരു പുതിയ കാഴ്ചയല്ല. എന്നാലും കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ടോ. നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവന്മാരെയാണ് കേട്ടോ. വലുതും ചെറുതുമായിട്ടുള്ള കുറേ മാന നമ്മൾ കണ്ടിരുന്നേ. പോകുന്ന വഴിയിൽ നമ്മളൊരു സൂര്യകാന്തി തോട്ടം കണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അവിടെ നിന്ന് കരിക്കൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ ഒരു കേരള ഹോട്ടൽ കണ്ടപ്പം അവിടെ കയറി നന്നായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. നമ്മളാണെങ്കിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ യാത്ര തൽക്കാലം നിർത്തിയിട്ട് തിരിച്ച് വരേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെന്നലാണെങ്കിൽ ഭയങ്കര കരച്ചിൽ കേട്ടോ. അങ്ങനെ യാത്ര ഒന്നും ചെയ്ത് ശീലമല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ കരയുന്ന കണ്ടപ്പോഴത്തേക്കും മഴക്കുട്ടി കരഞ്ഞു. പിന്നെ നിക്കൂസ് ഉണ്ട്. അപ്പം 3 കുട്ടികളെ കൊണ്ട് ഇത്രയും ദൂരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യണമെന്ന് കരുതിയിട്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നിട്ടോ. പിന്നെ ഈ ഒരു യാത്രക്കിടെ ഒരു സംഭവം ഉണ്ടായിട്ടോ. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കൂടെ ഒരു 3 കാട്ടാന, ഒരു വലിയ ആനയും 2 കുട്ടിയാനയും കൂടെ കടന്നു പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പേടിച്ചിട്ടോ. പിന്നെ കാട്ടാന ഒറ്റയ്ക്ക് വരുമ്പോഴാണ് പേടിക്കേണ്ടത്, കൂട്ടത്തോടെ വരുമ്പോൾ പേടിക്കേണ്ടെന്നാണല്ലോ പൊതുവെ പറയാറ്. പക്ഷേ അത് ആ ഒരു ടെൻഷനിൽ ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. നമ്മളാണെങ്കിൽ ചുരം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചുരം ഇറങ്ങി കഴിഞ്ഞ പാടെ തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട്
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.